നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലായി 93 സ്ഥാനാർത്ഥികൾ രംഗത്ത്. ജില്ലയിൽ ഡമ്മികൾ ഉൾപ്പെടെ 27 പേരുടെ പത്രിക തള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലായി 93 സ്ഥാനാർത്ഥികൾ രംഗത്ത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം. 120 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ 27 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളി. ഇവരിൽ കൂടുതലും മുന്നണി സ്ഥാനാർത്ഥികളുടെ ഡമ്മികളാണ്. പാർട്ടിയുടെ യഥാർത്ഥ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നതോടെ ഡമ്മി സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായും ഇല്ലാതാകുമെന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുന്നത്. 14 കേന്ദ്രങ്ങളിലായിരുന്നു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പത്രികയോടൊപ്പമുണ്ടായിരുന്ന സത്യപ്രസ്താവനകളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി LDF തടസ്സവാദം ഉന്നയിച്ചതൊഴിച്ചാൽ മറ്റിടങ്ങളിലൊന്നും ഗൗരവമുള്ള പരാതികൾ ഉയർന്നില്ല. നിലവിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കളമശ്ശേരി, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ്, 10 വീതം. മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണം പെരുമ്പാവൂർ 6, അങ്കമാലി 8, ആലുവ 4, പറവൂർ 7, വൈപ്പിൻ 7, കൊച്ചി 5, എറണാകുളം 6, തൃക്കാക്കര 5, കുന്നത്തുനാട് 6, പിറവം 7, മൂവാറ്റുപുഴ 4, കോതമംഗലം 8 എന്നിപ്രകാരമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.